Assalamualaikum. Welcome to Zeenas Kitchen. ഇന്നൊരു പെരി പെരി ചിക്കൻ ചീസി ബന്നിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. സാധാരണ ചെയ്യുന്ന ഫില്ലിങ്സിൽ നിന്ന് കുറച്ച് ഡിഫറൻറ്റും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കുറച്ച് ബോൺലെസ് ചിക്കനിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്ത് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നെ 2 ടീസ്പൂൺ വിനീഗറും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും ചിക്കൻ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഇനി അടുത്തത് മസാല ഫില്ലിംഗ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് 1 കപ്പ് സ്പ്രിംഗ് ഒനിയൻ്റെ വൈറ്റ് പാർട്ട് ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുക്കാം. ഇനി ഒരു ഉള്ളി ചെറുതായി കട്ടാക്കിയത് ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം സോട്ട് ചെയ്തെടുക്കാം. ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തത് 1 ടീസ്പൂൺ മൈദപ്പൊടി ചേർത്ത് നല്ലവണ്ണം സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പാലും കൂടി ഒഴിച്ച് നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കാം. നല്ലൊരു ക്രീമി ഫില്ലിംഗ് ആക്കാൻ വേണ്ടിയിട്ടാണ് മൈദപ്പൊടിയും പാലും ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി 2 ക്യൂബ് ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ക്യൂബ് ചീസ് ഇല്ലെങ്കിൽ മൊസറല്ല ചീസും ഇട്ട് കൊടുക്കാം. ചീസിൽ ഓൾറെഡി നല്ല ഉപ്പില്ലോണ്ട് മസാലയിൽ ഉപ്പ് ചേർത്തിക്കില്ല. ഇനി ലാസ്റ്റായിട്ട് 1/2 കപ്പ് സ്പ്രിംഗ് ഓനിയൻ്റെ ഗ്രീൻ ലീഫ് ഇട്ട് കൊടുക്കാം. പെരി പെരി ചിക്കൻ ക്രീമി ആൻഡ് ചീസി ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതൊരു ബണ്ണെടുത്ത് ഇതേപോലെ സൈഡിൽ നിന്ന് കട്ടാക്കി കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ കൈകൊണ്ട് തന്നെ ബന്നിൻ്റെ ഉള്ളിലത്തെ പോർഷൻസ് എല്ലാം എടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് അതിലേക്ക് ഇതേപോലെ മസാല ഫില്ലാക്കി കൊടുക്കാം. എന്നിട്ട് ഒരു പുഴുങ്ങിയ മുട്ടൻ്റെ പകുതി ഭാഗം അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് വീണ്ടും അതിന് മേലെ കുറച്ച് മസാല വെച്ച് കൊടുക്കാം. എന്നിട്ട് ആ എടുത്ത പോർഷന് അതിൻ്റെ ഉള്ളിൽ തന്നെ വെച്ച് കൊടുത്തിട്ട് കട്ടാക്കിയ ഭാഗം അതിന് മേലെ വെച്ച് കൊടുക്കാം. ഇനി അടുത്തത് ബന്നൊന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി അതിൽ കുറച്ച് ഗീയും കുറച്ച് ഓയിലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ബൺ ഇതേപോലെ ഒരു മുട്ടയിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത ഭാഗം ഇങ്ങനെ ഫ്രൈയിങ് പാനിൽ വെച്ച് കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതേപോലെ ബാക്കിയുള്ള ബന്നും ചെയ്തെടുക്കാം. ഇനി ഇതേപോലെ ബന്നിൻ്റെ ഓരോ സൈഡും ഫ്രൈ ആക്കിയിട്ട് എടുക്കാം. പെരി പെരി ചിക്കൻ ക്രീമി ആൻഡ് ചീസി ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്.